Don't flirt with him. I'm not going to. ഞാൻ ഇത്തിരി രോമം കളഞ്ഞു അതവിടെ കഴിഞ്ഞു പ്ലീസ് അത് വിട്. ഈ ഇടയ്ക്കാണ് ഓസ്കർ അവാർഡ്സ് കഴിഞ്ഞത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളെ ഇൻഡസ്ട്രിയിൽ ഏകദേശം ഒരു വർഷം 200ഓളം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം അതായിരുന്ന അവസ്ഥ, 200ഓളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 100 പോലും വിജയിക്കാറില്ല. ചില സിനിമകൾ നമ്മൾ ഇറങ്ങുന്നത് അറിയുന്ന പോലുമില്ല. എന്നാൽ ചില സിനിമകൾ നമ്മൾ അറിഞ്ഞു പോയി കണ്ടതിന് ശേഷം വിഷമിക്കാറുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ചില സിനിമകൾ നമ്മളെ സമയത്തിൻ്റെ വില പഠിപ്പിച്ചു. അപ്പം അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എടുത്തിട്ട് അതിനായിട്ട് കുറച്ച് അവാർഡുകൾ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഈ അവാർഡ്സിൻ്റെ റൂൾസ് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ജൂറിക്ക് തോന്നുന്ന, അതായത് എനിക്ക് തോന്നുന്ന കുറച്ച് സിനിമകൾ സെലക്ട് ചെയ്ത് അവർക്ക് സ്പെഷ്യലി കുറച്ച് അവാർഡുകൾ കൊടുത്ത് ആദരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ നോമിനേഷൻസ് ആയിട്ട് വരുന്ന എല്ലാ സിനിമയൊന്നും ജൂറി കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഏത് ജൂറിയാണ് എല്ലാ സിനിമയും കണ്ട് അവാർഡ് കൊടുക്കുന്നത്? അങ്ങനത്തെ ഒരു ജൂറി എൻ്റെ അറിവിലില്ല. ഗൈസ്, അവാർഡെന്ന് പറയുമ്പം പ്രസൻറ്റ് ചെയ്യുന്നത് കോട്ടൊക്കെ ഇട്ടിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് റെയിൻകോട്ട് മാത്രമാണ്. അപ്പം അതിട്ട് നമുക്ക് അവാർഡ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവാർഡായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ വീടിൻ്റെ ഷോക്കേസിൽ ഇരുന്നതാണ്. സോ ഇതാണ് നമ്മൾ അവാർഡായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഒന്നും പറയണ്ട, നിയോ പ്രസൻസ് ഗോൾഡൻ ട്രാഷ് അവാർഡ് പവേർഡ് ബൈ ചുങ്കിളി ഗെയിംസ്. ഇത് നിങ്ങൾ സാധാരണ കാണുന്ന അവാർഡ് കാറ്റഗറീസ് അല്ല, കൺവെൻഷനൽ ആയിട്ടുള്ള അവാർഡ് കാറ്റഗറീസ് ഒന്നും ഈ വീഡിയോയിലില്ല. നമ്മൾ കുറച്ച് സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ടാക്കിയിട്ട് അവാർഡ് കൊടുക്കുകയാണെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി മികച്ച കുട്ടികൾക്കുള്ള ചിത്രം. മികച്ച കുട്ടികൾക്കുള്ള ചിത്രം എന്ന് പറയുന്ന കാറ്റഗറി വച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏത് സിനിമയ്ക്കാണെന്ന്. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് മത്സരങ്ങളോ നോമിനേഷൻസോ ഒന്നുമില്ല. ദ വൺ ആൻഡ് ഓൺലി കുട്ടികൾക്കുള്ള മികച്ച ചിത്രം ഈസ് കുട്ടികളുടെ സിനിമയെന്നും പറഞ്ഞൊരു ക്രിസ്മസ് റിലീസിനെത്തിയ ഈ ചിത്രം കുട്ടികൾ തന്നെ ഊക്കി ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങി പോയി. ന്യൂ ഇയർ ആവുന്നതിന് മുമ്പേ തിയേറ്ററിൽ നിന്ന് പാക്കപ്പ് ചെയ്ത സിനിമയാണ്. CGIയുടെ പീക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ഈ പടത്തിലാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്നൊക്കെയാണ് ഇതിൻ്റെ മേക്കേഴ്സ് പറഞ്ഞത്. പടം ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കാണുക. ജൂറിക്ക് അത് പകുതി വരെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നീട് ജൂറി അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി. അത്രയ്ക്ക് നല്ല സിനിമയായിരുന്നു. ഗോൾഡൻ ട്രാഷ് അവാർഡ്സിൻ്റെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ജനപ്രിയ ചിത്രമാണ്. ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന ഈ കാറ്റഗറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നോമിനേഷൻസിലുള്ള എല്ലാ ചിത്രങ്ങളും ജനപ്രിയ ആവേണ്ടിയിരുന്നതാണ്. പക്ഷേ ചില കാരണങ്ങളാൽ ജനങ്ങൾ അധികം ഈ സിനിമ കണ്ടില്ല. അതുകൊണ്ട് ഇതിന് ജനപ്രിയ ആവാൻ സാധിച്ചില്ല. ഈ കാറ്റഗറിക്ക് വേണ്ടി മത്സരിക്കുന്നത് രണ്ട് സിനിമകളാണ്. ഒന്ന് തങ്കമണി, മറ്റത് പവി ദ കെയർ ടേക്കറാണ്. തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ജൂറി ഈ സിനിമ കണ്ടിട്ടില്ല. പിന്നെ ഈ സിനിമ കണ്ട ആരെയും ജൂറിക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയാനൊന്നുമില്ല. അപ്പോൾ അടുത്ത സിനിമയെന്ന് പറയുന്നത് പവി ദ കെയർ ടേക്കറാണ്. ഈ സിനിമയാണ് ഈ കാറ്റഗറി കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഈ സിനിമ ഈ ജൂറി കണ്ടു. കുറേ പേര് എന്നോട് പറഞ്ഞത് വിൻറ്റേജ് ദിലീപേട്ടനെ നമുക്ക് ഈ മൂവിയിൽ കാണാമെന്നാണ്. ആൻഡ് സിനിമ കണ്ടതിന് ശേഷം ആ പറഞ്ഞവന്മാരാരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. നീ എന്തിനാണ് ചിരിക്കുന്നത്? ചിരിക്കാന്ന് വേണ്ട. ഈ സിനിമയിൽ എന്താ ഇല്ലാത്ത കോമഡി ഉണ്ട്. കുറച്ച് ആൾക്കാർ വീട്ടിലോട്ട് വരുന്നുണ്ട് വയറ് കാണാൻ. ഈ വയറ് കാണാൻ വേണ്ടി വീട്ടിൽ കയറി വരാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ട് കൊടുത്താൽ പോരെ. ഗോൾഡൻ ട്രാഷ് അവാർഡ്സിൻ്റെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ക്രിഞ്ച് മൂവി ഓഫ് ദി ഇയർ ആണ്. പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സിനിമകൾ വന്നു കാണും. നമുക്ക് ആ എല്ലാ സിനിമയും കൊണ്ടുവന്ന് ഇവിടെ നോമിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആകെ ഇതിലും 2 നോമിനേഷനാണ് ഉള്ളത്. ഒന്ന് ജ്ഞാപക മുരളിയുടെയും ഡയറക്ടർ വേണുവിൻ്റെയും കരടലിയിക്കുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറഞ്ഞ ചെന്നൈ നിറഞ്ഞു നിൽക്കുന്ന വർഷങ്ങൾക്ക് ശേഷവും 2 ജെൻസി പിള്ളേരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മൊത്തം ഭരിച്ച കൽബ് എന്ന് പറയുന്ന ഒരു ജെൻസി പ്രണയ കാവ്യമാണ്. കണ്ടപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയത്. അപ്പോൾ ഈ കാറ്റഗറി കൊണ്ടുപോയിരിക്കുന്നത് നമ്മളെ കൽബ് തന്നെയാണ്. കാരണം ജ്ഞാപക മുരളിയുടെയും ഡയറക്ടർ വേണുവിൻ്റെയും വർഷങ്ങൾക്ക് ശേഷം 10 പേരെങ്കിലും തിയേറ്ററിൽ കയറി കണ്ട് കുറച്ച് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസറിന്. സോറി. ഗോൾഡൻ ട്രാഷ് അവാർഡ്സിൻ്റെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച ആക്ഷൻ മൂവി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ മാർക്കോ ഒരളവൊക്കെ പണിയൊക്കെ മനസ്സിൽ വന്നതാണ്. പക്ഷെ നമ്മൾ ഈ അവാർഡ് മാർക്കൊക്കെയോ പണിക്കോ ഒന്നും അല്ല കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇറങ്ങിയ ഒരു മികച്ച ഒരു ആക്ഷൻ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. വേറെ നോമിനേഷൻസ് ഒന്നുമില്ല ഈ കാറ്റഗറിയിൽ. ഈ സിനിമ ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച കാറ്റഗറിയാണ്.
വേറൊന്നുമല്ല, നമ്മളെ കേരളത്തിലെ സ്വന്തം ബാഹുബലി ഇടിയൻ ചന്തു. ആ സിനിമയാണ് മികച്ച ആക്ഷൻ മൂവിക്കുള്ള ഗോൾഡൻ ട്രാഷ് അവാർഡ്സ് വിജയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഇപ്പോൾ ഈ വയലന്റ് ആയ നേച്ചറിന് ഒരു പരിധിവരെ ഈ സിനിമയായിരിക്കാൻ കാരണം. അത്രയ്ക്ക് നമുക്ക് കണ്ട ഒരു ഇമ്പാക്റ്റ് വരുന്ന സിനിമയാണ് ഇടിയൻ ചന്തു. അടുത്തത് മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള സിനിമ അല്ലെങ്കിൽ മികച്ച പശ്ചാത്തല സംഗീതമുള്ള സിനിമയാണ്. ഈ ഒരു റൗണ്ടിന് അധികം നോമിനേഷൻസ് ഒന്നുമില്ല, 2 നോമിനേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വർഷങ്ങൾക്ക് ശേഷമാണ്, അതിലെ ജ്ഞാപകം സ്പാമിങ് കാരണം. രണ്ടാമത്തത് ഗുമസ്തൻ എന്ന് പറയുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷത്തിന് തൂക്കിയടിച്ചാണ് ഗുമസ്തൻ ഈ കാറ്റഗറി കൊണ്ടുപോയിരിക്കുന്നത്. അതിന് കാരണം ആ ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടാണ് പടം വേറെ ലെവലായത്. ആ പടത്തിൽ ഇനി എന്തൊക്കെ ടോപ്പ് ലെവൽ സാധനം ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, ഈ ഒരു മ്യൂസിക് കൊണ്ടുപോയി, ഈ ഒരു കാറ്റഗറി കൊണ്ടുപോയി. ഈ ഒരു മ്യൂസിക്കിനെ വല്ല വേറെ ഒരു സംഭവമില്ല. അപ്പോൾ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുള്ള ഗോൾഡൻ ട്രാഷ് അവാർഡ് വിന്നർ ഗുമസ്തനാണ്. ഓക്കെ, പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടുത്തത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഈ കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച റീ റിലീസ് സിനിമകൾക്കുള്ള ഗോൾഡൻ ട്രാഷ് അവാർഡ്സ് ആണ്. അപ്പോൾ ഈ കാറ്റഗറിയിലേക്ക് നമ്മൾ പരിഗണിക്കുന്ന സിനിമകളെന്ന് പറയുന്നത് കേരള ജനത ഒന്നടക്കം ചോദിച്ചു, ആരെ കാണിക്കാനാണ് ഈ സിനിമ റീ റിലീസ് ചെയ്തതെന്ന്. അപ്പോൾ 2 നോമിനേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് പാലേരി മാണിക്യം, 2 ആവനാഴി. ഈ കാറ്റഗറി വളരെ ടഫായിരുന്നുകൊണ്ട് ജൂറി ഈ 2 സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആവനാഴിയും പാലേരി മാണിക്യം ഒക്കെ നല്ല സിനിമകളാണ്. പക്ഷേ ഇത് എന്തിനാണ് ഇപ്പോൾ എടുത്ത് റീ റിലീസ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അത് ആർക്ക് വേണ്ടി റീ റിലീസ് ചെയ്ത്? ഈ സിനിമ റീ റിലീസിന് പോയി കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തത് ദി ഗോൾഡൻ ട്രാഷ് അവാർഡ്സിൻ്റെ ലാസ്റ്റ് കാറ്റഗറിയാണ്. ഇതോടെ നമ്മുടെ ഈ ഗോൾഡൻ ട്രാഷ് അവാർഡ്സ് തീരെയാണ്. അപ്പോൾ ഗോൾഡൻ ട്രാഷ് അവാർഡ്സിൻ്റെ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച ചിത്രം. മികച്ച ചിത്രത്തിന് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻസ് ആയിരുന്നു. ഇഷ്ടംപോലെ നോമിനേഷൻസ് ഉണ്ടായിരുന്നു. നോമിനേഷൻസിൻ്റെ പേര് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട്. ബട്ട് നമുക്ക് ഒരെണ്ണമല്ലേ സെലക്ട് ചെയ്യാൻ പറ്റൂ. യെസ് ഗൈസ്, നിങ്ങൾ ചിന്തിച്ചതുപോലെ മലയാളത്തിൻ്റെ ഓപ്പൺഹൈമറായ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ കാറ്റഗറി തൂക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന മൂവിയാണ് ഈ കാറ്റഗറി വിൻ ചെയ്തിരിക്കുന്നത്. സീക്രട്ടായി തന്നെ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോയ ഒരു SN സംഭവമാണ് ഈ സിനിമ. ഈ സീക്രട്ടായിട്ടിരുന്ന സിനിമ എങ്ങനെ ഞാൻ അറിഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എങ്ങനെയൊക്കെ അറിഞ്ഞ് ഈ സിനിമ ഇരുന്നൊന്ന് കണ്ടു നോക്കി. വളരെ നല്ല സിനിമയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ മാത്രം കാണുക. ഓക്കെ, സ്വന്തം റിസ്കിൽ മാത്രം കാണുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആൻഡ് ഇനി ഇഷ്ടം പോലെ സിനിമകൾ പരിഗണിക്കാമെന്ന് എനിക്കറിയാം. ഒന്ന്, ഈ സിനിമകളൊന്നും എല്ലാം എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല. 2, എല്ലാ സിനിമകളും ഇപ്പം OTT-കാരെടുക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് OTT വഴി ഒന്നും കാണാനും പറ്റുന്നില്ല. ആൻഡ് എന്തെങ്കിലും ട്രാഷ് മൂവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇതിലെ ആക്ടേഴ്സിനെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ചില ആക്ടേഴ്സ് മോശം ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ മോശം സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ട്രാഷ് പടങ്ങളുണ്ടാവും. ആൻഡ് ഈ ഒരു അവാർഡ്സിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വർഷം നമുക്ക് ചെയ്യാം എന്തായാലും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി ഇഷ്ടമാവും. നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാക്ക് ഗീവ് അവേ കൊടുക്കാം. അത് ഒരെണ്ണം ഉണ്ട് വീട്ടിൽ, വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഒരു വിന്നറിനെ പിക്ക് ചെയ്ത് ഞാൻ കൊടുക്കാം.